നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം മകനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന ഒരച്ഛനും അമ്മയും, ഈ അച്ഛനും അമ്മയും ചെയ്യുന്ന ക്രൂരതകൾ നേരിട്ട് കാണേണ്ടി വന്ന ഒരു ഭാര്യ, തൻ്റെ ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ചേർന്ന് കൊലപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന ആ പെൺകുട്ടി പറയുമ്പോൾ ആ പോലീസുകാർ ഒന്നും വിശ്വസിച്ചിരുന്നില്ല. തികച്ചും അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നിന്ന് നമ്മൾ കേട്ടത്. ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് അല്ലെങ്കിൽ കുറച്ചധികം കാലമായിട്ട് നമ്മളിങ്ങനെ ഇത്തരത്തിൽ മക്കളെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലൊരു വാർത്ത. മാതാപിതാക്കളെ ഉപദ്രവിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് മകനെ ദാരുണമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു വൃദ്ധരായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും. ഗുജറാത്തിലെ രാജ്കോട്ടിലാണ് സംഭവം. ഈ മകനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതിനു ശേഷം അവൻ സ്വമേധയാ ജീവൻ ഒടുക്കിയതാണ് എന്ന തരത്തിൽ വരുത്തി തീർക്കാൻ ആ മാതാപിതാക്കൾ നാടകം കളിച്ചു എന്നതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യം. മകനെ കൊലപ്പെടുത്തിയതിനു ശേഷം അത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ തെളിവുകൾ നശിപ്പിക്കുക അടക്കം ചെയ്തിരുന്നു. പക്ഷേ അവരറിയാതെ പോയ ആ തെളിവ്, അതായത് ആ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ ഇത്തരത്തിൽ അതിദാരുണമായിട്ടെടുത്ത ആ മാതാപിതാക്കളെ നീതിക്ക് മുന്നിൽ എത്തിക്കും എന്നത് അവർ കരുതിയിരുന്നില്ല. 23-കാരനായിട്ടുള്ള റാം ബാബുഭായ് ബാംബെ എന്ന് പറയുന്ന യുവാവിനാണ് ഇത്തരത്തിൽ അതിദാരുണമായിട്ടുള്ള മരണം നേരിടേണ്ടി വന്നത്. ഈ മകനെ കൊലപ്പെടുത്തിയതിനു ശേഷം അവൻ സ്വയം ജീവൻ ഒടുക്കിയതാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ഈ മാതാപിതാക്കൾ തന്നെ വലിയ നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തെളിവുകൾ നശിപ്പിച്ച് മകന് അപകടം അല്ലെങ്കിൽ മകൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള സങ്കടത്തിൽ ഇരിക്കുന്ന രീതിയിൽ മാതാപിതാക്കൾ നിൽക്കുന്നത് പോലീസ് കാണുന്നു. പക്ഷേ നാടകങ്ങളെല്ലാം പൊളിച്ചുകൊണ്ട് പോലീസ് ഇതിൽ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 30-നാണ് ഇത്തരത്തിൽ നാടിന് നടക്കിയിട്ടുള്ള ഒരു കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. കടുത്ത മദ്യപാനിയായിരുന്ന രാം ബാബുവായും മാതാപിതാക്കളും തമ്മിൽ സ്ഥിരമായിട്ട് തർക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു തർക്കമുണ്ടായി കയ്യേറ്റമുണ്ടാകുന്ന സമയത്താണ് മകൻ ഈ ഭൂമിക്ക് ഭാരമാണെന്ന് ആ അച്ഛനും അമ്മയും തീരുമാനിക്കുന്നത്. ഇതേ തുടർന്ന് അമ്മ മനീഷ ബെൻ നിർബന്ധിച്ച് മകനെ കൊണ്ട് ആസിഡ് കുടിപ്പിക്കുന്നു. അതിനുശേഷം പിതാവ് റാമിനെ അതുൽഭായ് മർദ്ദിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. അങ്ങനെ ഇതിനെയൊക്കെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവൻ്റെ ജീവൻ എടുക്കാൻ അവർ തീരുമാനിച്ചു. കുറ്റകൃത്യം മറച്ചു വെക്കാൻ വേണ്ടി പിതാവ് അതുൽഭായ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പരാതി മാറ്റിക്കളയാനുള്ള ശ്രമങ്ങൾ നടത്തിയതായിട്ടുള്ള സൂചനകളും പുറത്തു വരുന്നു. രാം ബാബുഭായിയുടെ ഭാര്യ ബൻഷിബെൻ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കേസ് പോലീസ് അന്വേഷിക്കുന്നത്. അങ്ങനെ 4 മാസം മുൻപ് റാം ബാബുഭായ് ബംബായുമായി ബെന്നിനെ വിവാഹം കഴിഞ്ഞ് അവരുടെ വിവാഹ ജീവിതം തുടങ്ങുന്ന സമയത്തായിരുന്നു ഇത്തരമൊരു കൊലപാതകം. വെറും 4 മാസം നീണ്ടു നിൽക്കുന്ന വിവാഹ ജീവിതത്തിൽ തൻ്റെ ഭർത്താവിനെ അവരുടെ മാതാപിതാക്കൾ തന്നെ കൊല്ലുന്നത് കാണേണ്ടി വന്ന ഒരു നിർഭാഗ്യവതിയായിട്ടുള്ള നവവധു. അതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. തെറ്റ് അതാര് ചെയ്താലും തെറ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തൻ്റെ മാതാവിനെയും പിതാവിനെയും കൊടുക്കുന്ന തരത്തിലാണെങ്കിൽ പോലും ഉടൻ തന്നെ സംഭവത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുകയായിരുന്നു. പ്രദേശത്ത് ഹോട്ടൽ നടത്തി വരികയായിരുന്നു റാം. അതുൽഭായിയുടെ 4 മക്കളിൽ മൂത്തയാളായിരുന്നു ഈ പറയുന്ന റാം. അങ്ങനെ അതുൽഭായ് ഒരു രാഷ്ട്രീയ പിടിപാടുള്ള ഒരാളാണ് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊലപാതകം നടത്തിയതിനു ശേഷം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച ഈ കേസിൽ സംശയമൊന്നുമില്ലാതെ ആ ഒരു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള ഒരു തീരുമാനം അയാൾ എടുത്തതായും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താനടക്കമുള്ള, അതായത് പ്രശ്നം വരാത്ത രീതിയിലൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും തൻ്റെ മകനെ കൊന്നതിന് ശേഷം ആ പിതാവ് ചെയ്തിരുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അധികാരികളിൽ ഇതിനു വേണ്ടുന്ന സമ്മർദ്ദവും ഇയാൾ ചെലുത്തി എന്നുള്ളതാണ് ചില പ്രാദേശിക നേതാക്കളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. റാമിന്റെ ഭാര്യയുടെ പരാതി പരിഗണിച്ച് എന്തായാലും പോലീസ് സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോൾ ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന വാർത്ത അറിഞ്ഞു. ഒരു മകനെ മാതാപിതാക്കൾ ആസിഡ് കുടിപ്പിച്ച് കൊന്നതിന് ശേഷം അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നാടകം കളിച്ചിരിക്കുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ സംഭവം
അപകടമോ ആത്മഹത്യയോ അല്ല, മറിച്ച് കൊലപാതകമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തി. കേസിൽ റാമിന്റെ മാതാപിതാക്കളായ ബാബുബായിയെയും മനീഷ ബെന്നിനെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്.